രാഹുൽ ഈശ്വറിനെതിരായ നടി ഹണിറോസിന്റെ പരാതിയിൽ നിയമോപദേശം തേടി പോലീസ്. ജാമ്യമില്ലാ കുറ്റം ചുമത്തി കേസെടുക്കാനാകുമോ എന്നാണ് പരിശോധിക്കുന്നത്. അറസ്റ്റ് സാധ്യത മുന്നിൽ കണ്ട് മുൻകൂർ ജാമ്യാപേക്ഷയുമായി രാഹുൽ ഈശ്വർ ഹൈക്കോടതിയെ സമീപിച്ചു. ബോബി ചെമ്മണ്ണൂരിന് പിന്നാലെ സാമൂഹ്യമാധ്യമങ്ങളുടെ അപകീർത്തിപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് രാഹുൽ ഈശ്വറിനെതിരെ നടി ഹണിറോസ് എറണാകുളം സെൻട്രൽ പോലീസിൽ പരാതി നൽകിയത്. സൈബറിടങ്ങളിൽ തനിക്കെതിരെ സംഘടിത ആക്രമണം നടക്കുന്നുവെന്നാണ് ആരോപണം. പരാതിയിൽ പ്രാഥമിക നടപടികളിലേക്ക് കടന്ന പോലീസ് കേസെടുക്കുന്നതിന്റെ സാധ്യതകൾ സംബന്ധിച്ചാണ് നിയമോപദേശം തേടിയത്. അനുവാദമില്ലാതെ ശരീരത്തെ സ്പർശിച്ചു എന്നത് കേന്ദ്രീകരിച്ചാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസെടുത്തതെങ്കിൽ രാഹുൽ ഈശ്വറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കാര്യത്തിൽ തുടർ നടപടി എങ്ങനെ വേണമെന്നാണ് സർക്കാർ അഭിഭാഷകനോട് അഭിപ്രായം തേടിയത്. അതേസമയം പോലീസ് അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് മുന്നിൽ കണ്ടാണ് രാഹുൽ ഈശ്വർ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. സാമൂഹ്യമാധ്യമത്തിലോ മറ്റിടങ്ങളിലോ നടിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയില്ലെന്നാണ് വാദം. ഹർജി നാളെ പരിഗണിക്കും. ഇതിനിടെ ചാനൽ ചർച്ചകളിൽ ഹണിറോസിനെതിരെ രാഹുൽ ഈശ്വർ മോശം പരാമർശം നടത്തിയെന്നാരോപിച്ച് എറണാകുളം സെൻട്രൽ പോലീസിൽ ഒരു പരാതി കൂടി കിട്ടി. എറണാകുളം ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ അപേക്ഷയുമായി ഞാൻ സമീപിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയിലും ഇന്ത്യയുടെ നിയമ സംവിധാനത്തിലും എനിക്ക് ഉറപ്പായിട്ടും വിശ്വാസമുണ്ട്. ഹണിറോസിന്റെ ഈ എനിക്കെതിരെയുള്ള പരാതിയിൽ സബ്സ്റ്റൻസ് യഥാർത്ഥത്തിൽ ഇല്ല എന്നും ഓർഗനൈസ്ഡ് ക്രൈം എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ചുമ്മാതെയാണ്. അതൊന്നും ഞാനത് ചിരിച്ചത് പറഞ്ഞുകൊണ്ടല്ല കേട്ടോ. ആ കുട്ടിയുടെ വിഷമത്തിനോട് ആ വിഷമത്തിൽ ഐക്യദാർഢ്യം രേഖപ്പെടുത്തുന്നു. പക്ഷേ ഓർഗനൈസ്ഡ് ക്രൈം എന്നൊക്കെ പറയുന്നത് ചുമ്മാ ആരെങ്കിലും എഴുതി കൊടുത്തത് പറയുന്നതല്ലോ ആയിരിക്കും. അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് ക്രൈം എന്ന വാക്കിനൊക്കെ ഭയങ്കര ഗ്രാവിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹണിറോസിന്റെ നമ്മുടെ ആ പരാതിയിൽ എനിക്കെതിരെ അന്യായമായ നടപടികൾ എടുക്കാതിരിക്കാൻ പ്രത്യേകിച്ച് ഇന്നലെ വൈകിട്ടാണ് ഞാൻ കോടതിയെ സമീപിച്ചത്. ഇന്നലെ മോന്റെ ബർത്ത്ഡേ കൂടെ ആയിരുന്നു. മോന്റെ ഒരുപാട് കുട്ടികൾ ഫ്രണ്ട്സൊക്കെ 8 വയസ്സേ ഉള്ളൂ. പക്ഷേ ഒരുപാട് ഫ്രണ്ട്സൊക്കെ വന്നിരുന്നു. അപ്പം അവരുടെ മുമ്പിൽ വെച്ച് അറസ്റ്റ് അടക്കമുള്ള സാധനങ്ങൾ സംഭവിക്കാൻ സാധ്യതയൊന്നും കണ്ട് ഇന്നലെ തന്നെ മൂവ് ചെയ്തിരുന്നു. കോടതിയുടെ സമീപനം എന്താണെന്ന് അറിയില്ല. അപ്പം തിങ്കളാഴ്ച അതായത് നാളെ ഹിയറിംഗ് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓർക്കുക, ഇന്ത്യയിൽ മഹാത്മാഗാന്ധിയെ വിമർശിക്കാം, മദർ തെരേസയെ വിമർശിക്കാം, നമ്മുടെ രാഷ്ട്രപതി അല്ലെങ്കിൽ നമ്മുടെ പ്രസിഡന്റായ ശ്രീമതി ദ്രൗപദി മുർമുവിനെ വിമർശിക്കാം, ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദിയെ വിമർശിക്കാം, ശ്രീമതി സോണിയാഗാന്ധിയെ വിമർശിക്കാം, നമ്മുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻജിയെ വിമർശിക്കാം, എല്ലാവരെയും വിമർശിക്കാം. ഹണിറോസിനെ വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് അർത്ഥമുണ്ടോ എന്ന് എനിക്കറിയില്ല. സാധാരണ ഞാൻ ഈ ഗ്രീൻ മാറ്റൊക്കെ ഇട്ട് മറ്റേ മൈക്കൊക്കെ വെച്ചാണ് ചെയ്യുന്നത്. അതിനുള്ള അവസരമില്ല. എറണാകുളം ഹൈക്കോടതിയിൽ ഈ കേസിന്റെ കാര്യങ്ങളുമായിട്ടും കൂടി ബന്ധപ്പെട്ട് പോവുകയാണ്. അതുകൊണ്ട് അതിശക്തമായി ഇതിനെ നേരിടും. ഈ നാട്ടിൽ വിമർശനം എന്ന് പറയുന്നത് ഒരു കുറ്റമല്ല എന്ന് തിരിച്ചറിഞ്ഞ് പുരുഷന്മാരെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന്റെ പേരിലെങ്കിലും കേസിൽ കുടുക്കി അപമാനിക്കാനും അധിക്ഷേപിക്കാനുമുള്ള ഇത്തരം നിലപാടുകളെ ശക്തിയുക്തം എതിർക്കും. അത് ഹണിറോസ് ഉറപ്പിച്ചോളൂ. ഹണിറോസിന്റെ ഈ പരിപാടി അല്ലെങ്കിൽ ഈ പരാതിയെ അതിശക്തമായി നേരിടും. ഹണിറോസിന് വിഷമമുണ്ടെങ്കിൽ വിഷമത്തിന്റെ കൂടെയാണ്. പക്ഷേ ഹണിറോസ് ഈ ആത്മഹത്യ പോലുള്ള വാക്കുകളൊക്കെ പറഞ്ഞു. അങ്ങനെയൊന്നും പറയരുത്. ഹണിറോസും ഞാനും ബോച്ചയും ഒക്കെ വളരെ പ്രിവിലേജ്ഡ് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണ്. ബോച്ച കോടീശ്വരനായിരിക്കാം. പക്ഷേ ഹണിറോസും ഞാനും ഒക്കെ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്നവരാണ്. നമ്മൾ ഈ ആത്മഹത്യ എന്നൊന്നും പറഞ്ഞ് ഇതിന്റെ ഒരു റീച്ച് അത് വളരെ മോശമാണ്. അങ്ങനെയൊന്നും ഒരുപാട് പേര് സീരിയസ്ലി ആരും ഹെൽപ്പ് ചെയ്യാനും മറ്റൊന്നും ഇല്ലാതെ ബുദ്ധിമുട്ട് നിൽക്കുന്നവരുണ്ട്. മുഖ്യമന്ത്രി നേരിട്ട് ഫോൺ വിളിക്കുന്ന ആളാണ് ഹണിറോസ്. അല്ലെങ്കിൽ നമ്മുടെ പോലീസുകാർ ഇത്രയും ആർജവത്തോടെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. കേരളത്തിലെ 99% മാധ്യമങ്ങളും ഹണിറോസിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഹണിറോസിന് വ്യഥയാണ്, ഒറ്റപ്പെടലാണ്, ഏകാന്തതയാണ് എന്നൊന്നും പറയരുത്. അപ്പൊ അത്തരം വാക്കുകളൊന്നും പ്രയോഗിക്കരുത്. എന്തായാലും ഹണിറോസിന്റെ ഈ കേസിനെ അതിശക്തമായി നേരിടാൻ തന്നെയാണ് നീക്കം. ഹണിറോസ് എനിക്കെതിരെ പരാതി കൊടുത്തതുകൊണ്ട് ഹണിറോസിനെതിരെ ഒരു ഇഞ്ച് പോലും വിമർശനം കൂടില്ല, കുറയുകയുമില്ല. കാര്യം ഹണിറോസ് എനിക്കെതിരെ കൊടുക്കുന്ന പരാതിക്ക് ബേസിലല്ല ഞാൻ ഹണിറോസിനെ വിമർശിക്കുന്നത്. ഹണിറോസിനോട് എനിക്ക് ബഹുമാനമേ ഉള്ളൂ. ജീവിതത്തിൽ ഇന്ന് വരെ നേരിട്ട് പരിചയപ്പെട്ടിട്ടില്ല. ഒരുപക്ഷെ നമ്മൾ ഒരിക്കലും കാണാനും പോലില്ല. എനിക്കൊണ്ട് വ്യക്തിവിരോധമൊന്നുമില്ല. നമ്മൾ രണ്ടും ഓരോ നിലപാടുകൾക്ക് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഹണിറോസിന്റെ ഒരു നിലപാടിനോട് എനിക്ക് യോജിപ്പുമാണ്. ദ്വയാർത്ഥ പ്രയോഗങ്ങൾ പാടില്ല, ലൈംഗിക ചുവയുള്ള സംസാരങ്ങൾ പാടില്ല. അതിൽ ഹണിറോസിനോടൊപ്പം തന്നെയാണ്. എന്നാൽ ഹണിറോസിന്റെ വസ്ത്രധാരണത്തിന് ഒരു സോഷ്യൽ ഓഡിറ്റ് വേണമെന്നും സാമൂഹിക വിമർശനങ്ങളെ ഉൾക്കൊള്ളണമെന്നും ഒരു അഭ്യർത്ഥന കൂടി ഹണിറോസിനോടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും നമുക്ക് കോടതിയിൽ കാണാം. ഇനി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് എന്താ പറയണേ, മര്യാദകൾ വേണം. ഡീസൻസിക്ക്, ഡിഗ്നിറ്റിക്ക്, ധർമ്മവും സംസ്കാരവും നമ്മൾ വിശ്വസിക്കുന്ന കാര്യത്തിന് വേണ്ടി ജയിലിൽ പോകാൻ എനിക്ക് മടിയില്ല. ഞാൻ അതുകൊണ്ടാണ് ഒരു നെഗറ്റീവ് പറയില്ല. ഈ കയ്യിൽ മാത്രമല്ല മനസ്സിൽ മഹാത്മാഗാന്ധിയെ പച്ച കുത്തുന്നവനാണ് ഞാൻ. അതുകൊണ്ട് സത്യസന്ധമായിട്ടേ കാര്യങ്ങൾ പറയും. ഹണിറോസിനെ വളഞ്ഞു കെട്ടി വിമർശിക്കില്ല, വേറെ എന്തെങ്കിലും നെഗറ്റീവായി വിമർശിക്കില്ല. വിമർശനങ്ങൾ ഏറ്റവും പോസിറ്റീവും കൺസ്ട്രക്റ്റീവും ആയിരിക്കും. ഫെയർ ക്രിറ്റിസിസം ആയിരിക്കും. അത് തുടരും. ബാക്കി ബഹുമാനപ്പെട്ട കോടതി തീരുമാനിക്കും. ഹണിറോസ് നിയമപരമായി ഏത് നടപടി എടുക്കുന്നതിനോടും പൂർണ്ണമായും യോജിക്കുന്നു. ഞാൻ ഒരു അഡ്വക്കേറ്റ് കൂടിയാണ്. അതുകൊണ്ട് എനിക്ക് വാദിക്കാൻ വേറെ ആളെ വെക്കേണ്ട ആവശ്യം വരില്ല. രാമപിള്ള സാറിനെ ഒന്നും എൻഗേജ് ചെയ്യാനുള്ള കാശും എന്റെ ഇല്ല. അതുകൊണ്ട് ഹണിറോസ് നിയമപരമായി ഏത് നടപടി എടുത്താലും അതിനെ പൂർണ്ണമായിട്ടും അതിനോട് എന്താ പറയുക യോജിക്കുന്നു. ഹണിറോസിനോടുള്ള ഇപ്പോഴുമുള്ള അഭ്യർത്ഥന, എന്നുമുള്ള അഭ്യർത്ഥന, ഹണിറോസ് കഴിവുള്ള പ്രതിഭയുള്ള വ്യക്തിയാണ്. സൗത്ത് ഇന്ത്യയിൽ തെലുങ്ക് സൂപ്പർ സ്റ്റാറുകളുടെ അടക്കം നായികയായിട്ട് വന്ന വ്യക്തിയാണ്. ഹണിറോസ് നല്ല കലാകാരിയാണ്. പക്ഷേ ഹണിറോസിനോടുള്ള വിമർശനം എന്നും തുടരും. ആ വിമർശനങ്ങളെ അത്ര അസഹിഷ്ണുതയോടെ കാണണോ എന്ന് ഹണിറോസ് കൂടെ തീരുമാനിക്കാം. ഹണിറോസിന്റെ സഭ്യതയെ മറികടക്കുന്ന ഒരു പരാമർശമെങ്കിലും എന്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ എന്നെ പിടിച്ച് ജയിലിൽ വിടണം, സംശയമില്ല. ഇനി ഹണിറോസോ താങ്കളോ നിങ്ങളടക്കം ആര് വേണമെങ്കിലും രാഹുൽ ഈശ്വർ ഏതെങ്കിലും സ്ത്രീയെക്കുറിച്ച് അല്ലെങ്കിൽ ഹണിറോസിനെ കുറിച്ച് ഏതെങ്കിലും ഒരു വിമർശനം ഉണ്ടായിട്ടുണ്ട് 100%. പക്ഷേ 0.001 സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരണ പോലും കൂടാതെ തന്നെ ജയിലിലിടണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതുകൊണ്ട് ഹണിറോസിന്റെ എല്ലാ നടപടിയും സ്വാഗതം ചെയ്യുന്നു. ഹണിറോസ് വളരെ കഴിവുള്ള ഒരു വ്യക്തിയാണ്. ഹണിറോസ് ഇനിയും കരിയറിൽ ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിമർശനങ്ങളെ കുറെ കൂടെ പോസിറ്റീവായി കൂടി എടുക്കണം എന്ന് ഹണിറോസിനോട് പറഞ്ഞു. ഹണിറോസ് ഒക്കെ ഒരു
പൊതുരംഗത്ത് നിൽക്കുന്ന വ്യക്തിയല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാവില്ലേ. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ കുറെ കൂടെ പോസിറ്റീവായി കാണണം. പ്രത്യേകിച്ച് നമ്മൾ പൊതുരംഗത്ത് നിൽക്കുന്നതുകൊണ്ട്, നമ്മളെന്ന് പറഞ്ഞാൽ ഞാനും പൊതുരംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, ഹണി പൊതുരംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പൊതുരംഗത്ത് നിൽക്കുന്ന വ്യക്തികൾ വിമർശനത്തിനോട് കുറെ കൂടെ സഹിഷ്ണുത അല്ലെങ്കിൽ ടോളറൻസ് ടു ക്രിറ്റിസിസം കാണിക്കണമെന്നുള്ളതാണ് ഹണി റോസ്. സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തി എന്നുള്ള ആ ഒരു ഹണി റോസിന്റെ പരാതിയിൽ തന്നെ എന്തായാലും നമ്മുടെ രാഹുൽ ഈശ്വർ അറസ്റ്റ് സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഹൈക്കോടതിയിൽ ഒരു ജാമ്യ ഹർജി, അതായത് മുൻകൂർ ജാമ്യ ഹർജി നൽകി. ഈ ഒരു കേസ് എടുക്കുന്നതിൽ പോലീസ് നിയമ ഉപദേശം തേടിയപ്പോഴാണ് രാഹുൽ ഈശ്വർ മുൻകൂർ ജാമ്യത്തിനായിട്ട് ഹർജി ഫയൽ ചെയ്തത്. എന്തായാലും ഈ ഒരു ഹർജി നാളെ പരിഗണിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്നുള്ള രാഹുൽ ഈശ്വറിനെതിരെയാണ് നടി ഹണി റോസ് ഈ ഒരു എറണാകുളത്തെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. സൈബർ ഇടങ്ങളിൽ തനിക്കെതിരെ രാഹുൽ ഈശ്വർ സംഘടിത ആക്രമണം നടത്തുന്നു എന്നുള്ള ആരോപണമാണ് നടി രാഹുൽ ഈശ്വറിനെതിരെ ഉന്നയിച്ചത്. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ചർച്ചയ്ക്കിടെ നടി ഹണി റോസിനെതിരെ മോശം പരാമർശം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് തൃശൂർ സ്വദേശിയായ സലീമും ഈ രാഹുൽ ഈശ്വറിനെതിരെ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2 കേസുകളാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ. ഈ ഒരു വിഷയം സൈബർ ക്രൈമിന്റെ പരിധിയിൽ വരുമോ എന്നുകൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കേസ് സൈബർ സെല്ലിന് തന്നെ കൈമാറുമെന്നാണ് ഇവിടെ അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാലോ ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തതും ഏത് വേളയിലാണെന്ന് അദ്ദേഹത്തെ വയനാട്ടിൽ പോയാണ് അറസ്റ്റ് ചെയ്തതും. ആ ഒരു അറസ്റ്റിന് പിന്നാലെയാണ് ഇപ്പോൾ ഹണി റോസ് രാഹുൽ ഈശ്വറിനെതിരെ അടുത്തൊരു കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. അത് നമുക്കറിയാലോ എന്തിനായിരുന്നു പുള്ളിക്കാരൻ, അതായത് രാഹുൽ ഈശ്വർ ഹണി റോസിന്റെ വസ്ത്രദാനത്തെ അടക്കം വിമർശിച്ചിരുന്നു. ഇതിന്റെ ചുവട് പിടിച്ച് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ടുള്ള സൈബർ ആക്രമണം ഈ ഒരു നടിക്കെതിരെ വന്നു. അപ്പൊ ഇത്രയും സൈബർ അറ്റാക്ക് കടുത്തതുകൊണ്ടാണ് നമ്മുടെ ഹണി റോസ് സിറ്റി പോലീസിന് പരാതി നൽകിയത്. രാഹുൽ ഈശ്വറിന്റെ നേതൃത്വത്തിൽ സംഘടിത സൈബർ ആക്രമണമാണെന്നും നടപടി വേണമെന്നുമാണ് ആവശ്യം. പൊതുബോധം തനിക്കെതിരാക്കാനാണ് ശ്രമം എന്നാണ് നമ്മൾ ഹണി റോസ് പറയുന്നത്. വലിയ ഗൂഢാലോചന ഇതിന്റെ ഭാഗമായുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അത് എല്ലാ മലയാളികൾക്കും സംശയമുള്ള കാര്യമാണല്ലേ. എന്തോ വലിയൊരു ഗൂഢാലോചന തന്നെയാണ് ഇതിന്റെ പിന്നിലെന്ന്. ഇക്കാര്യങ്ങളെല്ലാം പരിശോധിക്കണമെന്നാണ് ആവശ്യം. രാഹുലുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്ക് പോസ്റ്റുകൾ അടക്കം പകർപ്പുകളും പരാതിയുടെ ഭാഗമാക്കിയിട്ടുണ്ട്. രാഹുൽ ഈശ്വറിന് മാപ്പില്ല എന്ന് നടി ഹണി റോസ് കഴിഞ്ഞ ദിവസം തന്നെ പ്രതികരിച്ചിരുന്നു. താനും കുടുംബവും കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ്, അതിന് കാരണക്കാരിൽ ഒരാൾ രാഹുൽ ഈശ്വർ ആണെന്ന് ഹണി റോസ് ഫേസ്ബുക്ക് പോസ്റ്റിൽ അതിൽ കുറിച്ചിട്ടുണ്ട്. അതായത് ഹണിയെ ആത്മഹത്യയുടെ വക്കിലേക്ക് തള്ളിവിടുന്നു എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ഹണി റോസ് ആ ഒരു പോസ്റ്റിൽ വ്യക്തമാക്കി പറഞ്ഞിരുന്നത്. രാഹുൽ ഈശ്വർ ആണ് ഇതിന് എല്ലാത്തിനും പിന്നിലെന്ന്. ഇപ്പം ബോബി ചെമ്മണ്ണൂർ മാറിയിട്ടാണ് അടുത്ത രാഹുൽ ഈശ്വറിന്റെ പിറകിലായിരിക്കുന്നത്. എന്തായാലും രാഹുൽ ഈശ്വർ മാപ്പ് അർഹിക്കുന്നില്ല എന്നും നിയമ നടപടി സ്വീകരിക്കുന്നു എന്നും ഇന്നലെ തന്നെ ഹണി അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതിന് പിന്നിൽ ഒരു മുഴം മുന്നേ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ രാഹുൽ ഈശ്വർ ഇപ്പം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്തായാലും നാളെ ഇതിന്റെ ജാമ്യ ഹർജി എന്താകുമെന്നുള്ള കാര്യം നാളെ വിധി വരും. അതുപോലെ തന്നെ നമ്മുടെ ബോച്ചയെ അറസ്റ്റ് ചെയ്ത് ഇപ്പം കാക്കനാട് ജയിലിലാണല്ലോ പുള്ളിക്കാരൻ. അപ്പം അതിന്റെ വിധിയും, അതായത് ഹൈക്കോടതിയിൽ ജാമ്യ ഹർജി കൊടുത്തതിന്റെ ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അതിന്റെ വിധിയും ചൊവ്വാഴ്ച അറിയാൻ സാധിക്കും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്.